വീണ്ടെടുപ്പുകാരനും രക്ഷകനുമാകുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം ഇന്ന് രാവിലെ അറിയിക്കുന്നു. I greet you in all the mighty names of Lord Jesus Christ, God coming soon. ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. Let us be in a prayerful attitude that the Lord speak to us this morning. ഇന്ന് അല്പസമയം ഞാൻ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് What I'd like to meditate this morning is ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന ദൈവിക അഭിഷേകം. the anointing of the Lord to break the bonds of the enemy. അഭിഷേകം പ്രാപിച്ച ദൈവവൈതലിന്റെ നന്മ എന്താണ്? What are the blessings or anointing of a child of God? അഭിഷേകത്തിന്റെ ശക്തി എന്താണ്? What is the strength of the anointing? പലർക്കും ആരാധനയ്ക്കുള്ള താല്പര്യം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നാം എത്തപ്പെട്ടിരിക്കുന്നത്. We have come to a situation where many people have lost their interest to worship the Lord. എന്നാൽ ആരാധനയ്ക്കുള്ള താല്പര്യം നമ്മളുടേത് കുറയേണ്ടുന്നത് ആവശ്യമില്ല. But we should not reduce our worship to the Lord. ആരാധന അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുക എന്നത് ഒരു തമാശായ വിഷയമല്ല. To worship the Lord is not a joke. ആരാധന എന്നത് ശത്രുവിനോട് മത്സരിക്കുന്ന അല്ലെങ്കിൽ പോരാടുന്ന ഒരു വിഷയമാണ്. Worship is something that you battle along with the enemy. സത്യനമസ്കാരികളാണ് ദൈവത്തെ ആരാധിക്കുന്നത്. A true believer worships the Lord. ഹൃദയത്തിൽ കാപട്യവും വഞ്ചനയും വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചാൽ ദൈവം അതിൽ പ്രസാദിക്കുന്നില്ല. God does not please the prayer or worship of people who have hypocrisy within themselves. ഇന്ന് അനേകർ ഹൃദയത്തിൽ കാപട്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടേതാകുന്ന രഹസ്യ പാപങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. We do notice that many people cover up their sins and then they worship the Lord. പരിണിത ഫലം എന്തെന്ന് ചോദിച്ചാൽ what the net result of it is പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളുടെ മറുപടി യഥേഷ്ടം ലഭിക്കാതെ പോകുന്നു. the net result of it is when they pray they do not get the reply for their prayer. മാത്രമല്ല not only that നമ്മൾ ഉദ്ദേശിക്കുന്ന കാലപരിധിയിൽ ഒരുപക്ഷെ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയാതെ പോകുന്നു. the time period that we have to reach we are not able to reach there because of that. അന്യായമായ തടസ്സങ്ങൾ നമ്മളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. unexpected obstacles come our way. ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവവചനം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞ ഒരു ചിന്താഗതി പറയാം. I would like to repeat the statement that I said some time ago. നമ്മൾ അറിയാതെ നമ്മളെ പിന്തുടരുന്ന ചില അദൃശ്യ ശക്തികൾ എപ്പോഴും ഉണ്ട്. there is a power that follows us without we ourselves knowing it. അങ്ങനെയുള്ള അദൃശ്യ ശക്തികളെ ദൈവാത്മാവിന്റെ കൃപയാൽ നാം ജയിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. That's the thing that we should understand. We have to overcome or get victorious to that unwanted power that be following us. നമ്മൾ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മളുടേതാകുന്ന അയൽവക്കങ്ങളിൽ നിന്ന് ഒക്കെ ഒത്തിരി എതിർപ്പുകൾ നാം അറിയാതെ എപ്പോഴും നമ്മളുടെ നന്മകൾക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും. There are times that when we work in our workplaces or in our neighborhood, wherever we are, there are unwanted powers that come follow us to destroy us. നമ്മുടെ ഈ താമസിക്കുന്ന ഈ സ്ഥലത്ത് the place that we are living right now, ഞങ്ങൾക്ക് ചുറ്റുപാടുകളിൽ ആരും എതിരാളികളിൽ എല്ലാവരോടും വളരെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് താമസിക്കുന്നതാണ്. we are living here among our neighbors in a happy mood. ഒരു പ്രോബ്ലം ഇതുവരെ ഞങ്ങൾക്കില്ല. so far we have no issues with them. എന്നാൽ ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പം 18-ലധികം വർഷങ്ങളായി. It's almost 20 years coming in that we are staying here. ഞങ്ങൾ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് when we stayed here പല സമയങ്ങളിൽ many a times ഞങ്ങളുടെ വീടിന്റെ വാതിൽക്ക് കൊണ്ടുവന്ന് കുങ്കുമം നാരങ്ങ പിന്നെ കൊണ്ടുവന്ന് ബ്ലഡ് ഒഴിക്കുക എന്തൊക്കെയോ പരിപാടികൾ ആരൊക്കെയോ ചെയ്തിട്ട്. there are times that people have put lemon, they cut the lemon and put all the blood of any animals they put in front of our house. ചില വ്യക്തികൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു. there are some people who looked at me and said നിന്റെ പ്രാർത്ഥനയും മടക്കി കെട്ടി നീ ഇവിടുന്ന് പോകും. you will stop your prayer and you will leave from this place. നിന്നെ ഇവിടുന്ന് ഓടിക്കും. they will not make you run away from this ഞാൻ ഒരു place. കാര്യം പറയട്ടെ. I would like to say this. ഈ 20ഓളം വർഷമായിട്ട് പ്രാർത്ഥന മടക്കി കെട്ടി നമ്മൾ പോയില്ല. 20 years have been happened and we have not folded our prayers and gone away from here. ഒത്തിരി എതിർപ്പുകൾ ആൾക്കാർ കൊണ്ടുവന്നു. there's a lot of obstacles that we face. ഒരു ശല്യത്തിനും നമ്മൾ പോയിട്ടില്ല. we have not gone against them. നിന്റെ പ്രാർത്ഥനയും മടക്കി കെട്ടി നീ ഓടുമെന്ന് പറഞ്ഞവരിപ്പോ അവരുടെ പ്രോപ്പർട്ടി പോലും നോക്കാൻ ഇങ്ങോട്ട് വരത്തില്ല. even the people who said those kind of statements they are not even coming here to see their property.
അത്രയ്ക്ക് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. That much God has done for us. ഞാൻ ഇന്ന് പകൽ വിളിക്കുന്ന എല്ലാവരോടും പറയാം, I would like to tell everyone here, ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലെ നീ വിശ്വസിച്ചുകൊണ്ട് ആത്മാവിൽ ആരാധിച്ചുകൊണ്ടേയിരുന്നാൽ, a children of God who worship the Lord in anointing, if you still worship in the same form, അദൃശ്യ ശക്തികൾ നിനക്കെതിരാണെങ്കിലും സ്വർഗം വഴികളെ തുറന്ന് ദൈവം തന്റെ മറുപടി നിനക്ക് വേണ്ടി അയക്കും. even though there are powers that's following you to destroy you, the God Almighty, He will open the way and He will lead you. ഞാൻ ഒന്നുകൂടെ പറയാം, I would like to say this again. അദൃശ്യ ശക്തികൾ നമുക്കെതിരെ ഉണ്ട്. There are unknown powers that is coming to hinder നമ്മളത് us. കാണുന്നില്ല. We are not seeing it. പക്ഷേ But അദൃശ്യ ശക്തികൾ നമുക്കെതിരെ ഉണ്ട്. the unwanted power is behind us. എന്നാൽ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലെ നീ ആ അദൃശ്യ ശക്തിയെ കാണുന്നില്ലെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് ആ അദൃശ്യ ശക്തിയെ കാണുന്നുണ്ട്. Even though you are not able to see the powers of the evil one, still when you are worshiping an anointing, God sees it and He has the protection. മാത്രമല്ല, Not only that, ദൈവം അതിന് പരിഹാരം നൽകി തരും. God gives you the solution for that. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാം, I would like to tell every one of us here, നീ രഹസ്യത്തിൽ പ്രാർത്ഥിക്കുന്ന, when you are the prayers that you do and you pray secretly, കണ്ണുനീരോടെ നിലവിളിക്കുന്ന, when you cry out to the Lord, വഴി തുറക്കത്തേ ഇല്ല എന്ന് ചിന്തിക്കുന്ന, when you think that those ways will not be open, വിഷയങ്ങളുടെ മേൽ ദൈവത്തിന് പ്രവർത്തിക്കാനുണ്ട്. the things that you are praying for, God wants to open it for you. ഞാൻ ഒരു കാര്യം മാത്രം പറയാം, There's one thing I would like to say. പ്രാർത്ഥിക്കാൻ മടി കാണിക്കരുത്, Do not stop to worship the Lord. ആരാധിക്കാൻ മടി കാണിക്കരുത്. Do not forget to pray to the Lord. മറ്റെന്തൊക്കെ മുടങ്ങിയാലും, Whatever has been stopped, ആരോടൊക്കെ സംസാരിച്ചില്ലെങ്കിലും, even if you don't speak to people, ദൈവത്തോട് സംസാരിക്കാൻ നീ മറക്കാതിരുന്നാൽ don't forget to worship the God, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യോ. then God will do things for you. ഞാൻ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു കാര്യം പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. I'm just telling the things that I said in the past. ദാനിയേൽ 21 ദിവസം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. Daniel prayed for 21 days to God. നമുക്കറിയാം, We all know. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം തന്നെ ദൈവം മറുപടി അയച്ചു. On the first day of Daniel's prayer, God has sent the answer. വളരെ വിശ്വസ്തനായി ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. Daniel was so faithful and is praying to God. മടുത്തുപോയില്ല, He did not get ക്ഷീണിച്ചില്ല, He was not tired. തളർന്നില്ല. He was not despair. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. He was still continuing praying to God. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, What I understand, ദാനിയേലിന്റെ പ്രാർത്ഥന തടയപ്പെട്ടെന്ന് ദാനിയേൽ അറിഞ്ഞുപോലുമില്ല. Daniel did not even realize there was an obstacle for his prayer. എന്നാൽ ദൈവം അതറിഞ്ഞു. But God knew it. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? Then what did God do? ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ പാർസി ദേശത്തിന്റെ പ്രഭുവിനെ ദൈവം അടക്കം ചെയ്തിട്ട് അല്ലെങ്കിൽ തടഞ്ഞ് മാറ്റിയിട്ട് ദൈവം അവന് മറുപടി അയച്ചു. God sent the answers when the obstacle was there because the evil one. God moved it and gave the answer to Daniel. പലപ്പോഴും നമ്മൾ അറിയാതെ നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടികൾ ശത്രു തടയുന്നുണ്ടെങ്കിൽ നീ ഒരുപക്ഷെ അറിയുന്ന പോലും ഇല്ലായിരിക്കും. Even sometimes when we are praying and then there are obstacles, you might not be knowing, but in spite of that, God knows it. പലപ്പോഴും നമ്മൾ നിരാശപ്പെട്ടു എന്ന് വരാം. We might be desperate or feeling bad about it. എന്നാൽ ദൈവം അറിയാതെ Without God's knowledge, ഒന്നും നമ്മളിൽ സംഭവിക്കുന്നില്ല. nothing happens in our life. ഇന്ന് പകലിൽ പറയാമോ, Can you say ദൈവം അറിയാതെ ഒന്നും നമ്മളിൽ സംഭവിക്കുന്നില്ല. nothing happens in our life without God's നമ്മുടെ knowledge? ഭാവി, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ സാഹചര്യം ഒന്നും ദൈവം അറിയാതെ നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ ആർക്കും കഴിയത്തില്ല. Nobody can take the situation of our life without God's knowledge. ഇങ്ങനെയാണല്ലോ ദൈവത്തിൽ പറയുന്നത്. This is what the word of God says. ദൈവം അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ തലയിൽ ഒരു മുടി പോലും പൊഴിഞ്ഞു പോകുകയില്ല. Not in a hair of our head will not fall down without the knowledge of God. അപ്പോൾ ചില സമയത്ത് ചില ഡിലേയ്സ് അല്ലെങ്കിൽ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായാലും, Even though there are certain situations where there's delay in answers, നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത പ്രയാസങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ടായാലും, even though there's situation that comes that we are not able to go forward, ഈ പകലിൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, this one I would like to say this to you and ദൈവമാണ് നമ്മുടെ നടത്തിപ്പുകാരൻ. God is our leader. ദൈവമാണ് നമ്മുടെ പരിപാലകൻ. God is our one who protects us. അതുകൊണ്ട് So, മടി കൂടാതെ ആരാധിക്കുന്ന ദൈവവൈതലേ, a child of God without any title, you worship God. നിന്റെ പ്രാർത്ഥനയെ തടയുവാൻ ഒരു ശത്രുവിനും കഴിയത്തില്ല. No power can stop you from praying to God. ഞാനിവിടെ ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്. This is what I would like to say. ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന ദൈവിക അഭിഷേകം. The anointing that destroys the power of the evil one. പലപ്പോഴും നമ്മൾക്ക് ജയിക്കുവാൻ കഴിയാത്ത ഒത്തിരി പ്രതിസന്ധികൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട്. There are situations that comes in our life that we are not able to be victorious. അപ്രകാരമുള്ള പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ When such situations
situation come into our lives, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? what should we do? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും. We should pray. ഇനി മറ്റൊരു സൈഡ് ഉണ്ട്. There's another side of it. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ When such situation come in our lives, ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, I understand like this. ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. There should be a intervention of God in that situation. ഞാൻ ഇങ്ങനെയാണ് ഞാൻ എന്റെ ബുക്കിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. This is what I've written. സൂപ്പർ നാച്ചുറൽ ഇന്റർവെൻഷൻ ഓഫ് ഗോഡ്. അദൃശ്യമായ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നടക്കണം. We should have a special intervention of God in our problems and our troubles. ഈ പകലിൽ പഠിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, I would like to ask every one of you. ദൈവമേ, അദൃശ്യമായ ദൈവത്തിന്റെ ഒരു ഇടപെടൽ എന്നിൽ സംഭവിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചു കൊടുക്കണം. We should start praying and say, Lord, I want a special intervention of yours in all my needs. ജീവിതത്തിന്റെ എത്രയോ സാഹചര്യങ്ങളിൽ നമ്മൾ അറിയാതെ ദൈവത്തിന്റെ അദൃശ്യമായ ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. How many times God has done a special intervention in our life even without we knowing it. ഇന്ന് പകലിൽ ഞാൻ വിളിച്ചു പറയട്ടെ, I would like to say this. അദൃശ്യമായ ദൈവത്തിന്റെ ഒരു ഇടപെടൽ നമ്മളിൽ സംഭവിക്കുമ്പോൾ, When the unexpected intervention of God takes place, അത് ശത്രുവിന് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നതിനേക്കാളും മുകളിലേക്ക് നാം എത്തപ്പെടുവാനിടയായി തീരും. when God plays the role there, that things happen beyond our understanding. ഇനി അദൃശ്യമായ ദൈവിക ഇടപെടലിന് എന്താണ് ആവശ്യം? What is that needed for the special intervention of God in it? അതിനെ പ്രത്യേകമായി പറഞ്ഞാൽ, And the special thing that we have to say about it, ആ ഒരു അനോയിന്റിങ്, ഒരു അഭിഷേകം നമുക്ക് ആവശ്യമുണ്ട്. we need an anointing in our lives. എന്താണ് അഭിഷേകത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്? What should we understand about anointing? പലപ്പോഴും Many a time, നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു ഭാഗമാണ് there's a place that we have to 1 understand. ശമൂവേൽ 17-ാം അധ്യായം അതിന്റെ 45-ാം വാക്യം. 1 Samuel chapter 17 verse 45. ഒന്ന് വായിച്ചാട്ടെ. Book of 1 Samuel chapter 17 verse 45. Then said David to the Philistine, Thou comest to me with a sword and with a spear and with a shield, but I come to thee in the name of the Lord of hosts, the God of the armies of Israel, whom thou hast defied. ഇവിടെ രണ്ട് കാഴ്ചപ്പാടുകൾ നമുക്ക് കാണാൻ കഴിയും. We can see two kinds of things. ദാവീദ് ദൈവസന്നിധിയിൽ പ്രത്യേക അഭിഷേകത്തോടു കൂടി നിൽക്കുക. David is standing with a special anointing from God. പക്ഷെ ഇപ്പോൾ But now, അല്ലെങ്കിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് in the past days, അവിടെ ജയിച്ചോണ്ടിരിക്കുന്ന ആരാണ്? who is winning there? ഫെലിസ്തീനാകുന്ന ഗോലിയാത്താണ് ജയിച്ചോണ്ടിരിക്കുന്നത്. The person called Goliath of Philistine is getting victory. അഭിഷേകമുള്ള ഒത്തിരി പേര് അവിടെ ഉണ്ടെന്നേ. There were so many people who were anointed. അധികാരമുള്ള ഒത്തിരി പേര് അവിടെ ഉണ്ട്. There were so many people who had authority. ശത്രുവിനെ കുറിച്ച് അല്ലെങ്കിൽ അവന്റെ ശക്തിയെ കുറിച്ച് അറിയാവുന്ന ഒത്തിരി പേര് അവിടെ ഉണ്ട്. There were many people who knew the power of the enemy. പക്ഷെ ഇവരെ കൊണ്ടൊന്നും പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. But these people could not overcome the power of the enemy. ഇന്നത്തെ ആത്മീക ലോകത്തിന്റെ പരാജയം ഇതാണ്. There is the same thing in the spiritual world that we are living. അഭിഷേകമുള്ള ഒത്തിരി പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. There are many people who are having anointing. പക്ഷെ ശരിക്കും വിഷയങ്ങളോട് പോരാടാൻ അധികാരമുള്ള അനേകർ കുറവാണ്. The people who have the authority to fight for this, there are only few people. ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? What's happening here? ആ 43-ാം വാക്യം ഒന്ന് വായിച്ച്, 44-ാം വാക്യം ഒന്ന് വായിച്ച്. Let us read verse 44. ഫെലിസ്ത്യർ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും. വെല്ലുവിളി, ഒരു വാചകത്തിൽ പറഞ്ഞ വെല്ലുവിളിക്കുക. He challenges here. ഒരുമാതിരിപ്പെട്ട ധൈര്യമുള്ളവരൊന്നും ഇത്രയും വെല്ലുവിളിയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. People who are here such a challenge, he will not stand in front of them. എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് സാധാരണക്കാരന് ഈ വെല്ലുവിളിയുടെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. A normal person cannot withstand these kind of challenges. ഇന്ന് പഠിക്കുന്ന എല്ലാവരോടും ഞാൻ പറയട്ടെ, ആ സാധാരണ നിലയിൽ ഞാനും നിങ്ങളും ജീവിക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ശോധനകളുടെ മുമ്പിൽ നമുക്ക് പിടിച്ചിരിക്കാൻ കഴിയത്തില്ല. If we are also sometimes cannot withstand in certain situation and to overcome it. ഭയപ്പെടുത്തുന്ന ചലഞ്ചുകൾ അല്ലെങ്കിൽ വെല്ലുവിളികളാണ് നമ്മുടെ നേരെ കടന്നു വരുന്നത്. The challenges that give us fear comes in front of us. വിളിച്ചു പറയാ, നിന്നെ ഞാൻ ഇല്ലായ്മ ചെയ്യും. The devil says that I will destroy you. നമ്മളെ ഒന്നുകൂടെ വായിച്ച വാക്യം. ഫെലിസ്ത്യർ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഭാവനയിൽ ഞാൻ മനസ്സിലാക്കുന്നത്, this is what I imagine. നിന്നെ ഞാൻ ഛിന്ന ഭിന്നമാക്കുമെന്ന്. I will make you into pieces.
പക്ഷികൾക്ക് തിന്നത്തക്കവണ്ണം ചെറിയ ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കും. I will make you a small pieces for the fowls to eat. മൃഗങ്ങൾക്ക് തിന്നത്തക്കവണ്ണം അതുപോലെ അതിനാവശ്യമായ വലിപ്പത്തിൽ ഇട്ട് കൊടുക്കും. I will make you big pieces according to the എന്ന് piece of പറഞ്ഞാൽ that നിന്റെ can eat. 100, 50, 70 കിലോ വലിപ്പമുള്ള ശരീരത്തെ ഞാൻ ഛിന്ന ഭിന്നമാക്കുമെന്ന്. So the kind of weight that you have, according to that, you make it into small pieces. ഈ പകലിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാൻ വിളിച്ചു പറയാണ്, ഇതുപോലെ ആത്മീകതയിൽ ജീവിക്കുന്ന ദൈവവൈതലേ, നീ ദൈവഭക്തിയിൽ ജീവിക്കുമ്പോൾ നിന്നെ ഛിന്ന ഭിന്നമാക്കുമെന്ന് പറഞ്ഞ് തകർത്ത് കളയുമെന്ന് പറഞ്ഞ് ശത്രു പലപ്പോഴും അവകാശവാദം ഉന്നയിക്കും. Many a time the devil tried to say or challenge people saying that I will destroy you into pieces when we are having the anointing of God. പക്ഷെ വളരെ ധൈര്യത്തോടെ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒരു ദൈവിക അഭിഷേകമുള്ള ദൈവവൈതലാണെങ്കിൽ ശത്രുവിന്റെ ഇഷ്ടത്തിന് എന്റെ ദൈവം നിന്നെ വിട്ടുകൊടുക്കത്തില്ല. If you really have the anointing from God, then God will not allow you to be in the pieces in the hands of the enemy. ശത്രു ഒത്തിരി അവകാശവാദം പറയും. The devil might say a lot of things. പക്ഷെ ശത്രുവിന്റെ ഇഷ്ടത്തിന് നിന്നെ വിട്ടുകൊടുക്കത്തില്ല. But God will not allow the devil to take you into his hands. പുറപ്പാട് പുസ്തകത്തിൽ ഇതുപോലെ ഒരു അവകാശവാദം നമുക്ക് കാണാൻ കഴിയും. We can see the same kind of thing in എന്താ ഫറവോൻ പറയുകയാണ്, the Pharaoh saying, ഞാൻ പിന്തുടരും, I will follow you, ഞാൻ പിടിക്കും, I will catch you, ഞാൻ കൊള്ള പങ്കിടും, I will rob you, എന്റെ ആശ അതുകൊണ്ട് ഞാൻ തീർക്കും. and that way I will be satisfied. ഒന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത്, One thing we see, ഫറവോന്റെ ഇഷ്ടത്തിന് ദൈവവൈതങ്ങളെ ദൈവം വിട്ടുകൊടുത്തില്ല. for the desire of Pharaoh, God did not allow his children. രണ്ടാമത് ഈ ഭാഗത്ത് നമ്മളിവിടെ വായിച്ചപ്പോൾ The next thing that we read നമുക്ക് here, കാണാൻ കഴിയുന്നത്, what we see is, ഗോലിയാത്തിന്റെ ഇഷ്ടത്തിനോ ഫെലിസ്തീനയുടെ ഇഷ്ടത്തിനോ ദൈവം എന്ത് ചെയ്തില്ല, തന്റെ ജനത്തെ വിട്ടുകൊടുത്തില്ല. God did not give his children to the hands of the Philistines. ഇന്ന് പകലിൽ ഞാൻ ധൈര്യത്തോടെ വിളിച്ചു പറയട്ടെ, I will so confident say to you, ദൈവശക്തിയിൽ വിശ്വസിക്കുന്ന ദൈവവൈതലേ, a child of God who trusts in the power of God, ദൈവാത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, a child who worship with anointing, ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവിക അധികാരം നിന്റെ മേലുണ്ട്. there is authority which is in you that will overcome all these. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? What should we do? നമ്മള് അത് തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിച്ചാൽ മതി. We should recognize it and worship the Lord. നീ ഒരു സാധാരണക്കാരനല്ല. You are not a normal നീ person. ഒരു പക്ഷെ ചെറിയ വീട്ടിലായിരിക്കും You താമസിക്കുന്നത്. might be staying in a small house. നിന്റെ പ്രശ്നങ്ങളെ ചാടിക്കടക്കുവാൻ ഒരു പക്ഷെ നിനക്ക് കഴിയത്തില്ല. You might be not able to overcome the situation. സ്വന്തമായിട്ട് ജയിക്കാൻ കഴിയാത്ത ഒത്തിരി പ്രശ്നങ്ങൾ നിന്റെ മുമ്പിലുണ്ട്. By your own strength, you are not able to overcome the problems that you're going എന്നാൽ ഇന്ന് through. പകൽക്കാലം ഞാൻ ദൈവാത്മാവിൽ വിളിച്ചു പറയട്ടെ, But I say with anointing, നിനക്ക് കഴിയാത്ത കാര്യങ്ങളെ സാധ്യമാക്കുവാൻ എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് കൂടെയുണ്ട്. whatever you're not able to do with the anointing of God, you are able to go through it. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, That's why Jesus said ഞാനോ ലോകാവസാനത്തോളം that I will be unto you in the end of the world. എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. I will be with you always. ഇന്ന് പകലിൽ പറയാമോ, Can you say this? എനിക്കൊരു സ്വർഗീയ ഇടപെടൽ വേണം, That I need a God's intervention in my life. എനിക്കൊരു പ്രത്യേക അഭിഷേകം വേണം, I want a special anointing in my life. എനിക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാട് വേണം. I want a special vision in my life. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, I understand like this. ദാവീദ് എന്ന് പറയുന്ന വ്യക്തിത്വം A person, David, ഒരു വളരെ വളരെ കഴിവുള്ള പ്രാപ്തനായ ഒരു വ്യക്തിത്വമായിരുന്നു. he was a man who had good qualities in him. ഞാൻ ഇങ്ങനെ പറയാം, I would like to say he was that a charismatic leader. he was a charismatic leader, എന്നാൽ but ആ ലീഡർഷിപ്പ് കൊണ്ട് ഇവന് ജയിക്കാൻ കഴിഞ്ഞില്ല. he was not able to overcome by the leadership he had. നമുക്ക് ഒന്നും നമ്മുടെ സ്വതസിദ്ധമായ കഴിവ് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളെ ജയിക്കാൻ കഴിയത്തില്ല. We cannot overcome anything with our own strength. ഇപ്രകാരമുള്ള ശത്രുവിന്റെ ക്വസ്റ്റ്യനുകൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ജയിക്കാൻ കഴിയത്തുള്ളൂ. If we have the anointing from God, only then we are able to overcome these kind of situations. അതുകൊണ്ടാണ് ബലഹീനതകളുടെ നടുവിൽ പൗലോസ് പ്രാർത്ഥിക്കുമ്പോൾ So that's why Paul said his weakness to him when he prays. പൗലോസിനോട് ദൈവം പറയുകയാണ്, This is what God says to എന്റെ Paul. കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരും. My grace is sufficient for thee and it will be fulfilled in your weakness. അപ്പൊ നമ്മുടെ സ്വതസിദ്ധമായ കഴിവ് കൊണ്ട് പലതും നമുക്ക് ചെയ്യാൻ കഴിയാതെയാകുമ്പോൾ When we are not able to do things with our own strength, ദൈവമക്കളെ, നമുക്ക് ആവശ്യമായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. what we need in our life is God's grace. അവന്റെ കരുതലാണ്, His acknowledgement in our life. അവന്റെ അത്ഭുത കരമാണ്. His miraculous hand in our ഇന്ന് life. പകലിൽ നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വസിക്കാം. This morning
let us trust. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, This is what I understand. അഭിഷേകം എന്നത് ദൈവത്തിന്റെ പ്ലാൻ നിറവേറ്റാൻ വേണ്ടി ദൈവം നമ്മളിൽ പകരുന്ന ശക്തിയാണ്. Anointing is a strength that is given by God to fulfill the plan that He has about you and me. ഒന്നുകൂടെ പറയാമോ? Can you say this again? എന്റെ മേൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകം എന്നത് The anointing that God has given my life is ദൈവത്തിന്റെ പ്ലാൻ എന്നിൽ നടത്താൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന ശക്തിയാണ്. the strength of which God has anointed my life is to fulfill what He wants, the plan that He has kept for me. ഞാൻ ഇങ്ങനെ മനസ്സിലാക്കുന്നു, I understand. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ദൈവിക അഭിഷേകമുള്ളവരാണ്. You all are anointed by God. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, One thing you should understand. ദൈവത്തിന്റെ അഭിഷേകം നടത്താൻ വേണ്ടിയാണ് ദൈവം നിന്നെ അഭിഷേകത്താൽ നിറച്ചിരിക്കുന്നത്. God has filled you with the anointing to fulfill the plan that He has for you and for me. ശത്രുവിന്റെ മുമ്പിൽ തോറ്റുപോകാനല്ല, Not to be destroyed or destroyed in front of the evil one. പിറുപിറുത്തും പകച്ചും നിരാശപ്പെട്ടും നിൽക്കുവാനല്ല. Not to murmur and to get disappointed. പിന്നെ എന്തിനു വേണ്ടിയാ ദൈവം നിന്റെ മേൽ അഭിഷേകം പകർന്നിരിക്കുന്നത്? Then why did God anoint you? ദൈവത്തിന്റെ പ്ലാൻ നിന്നിൽ നിറവേറ്റാനാണ്. To fulfill the plan God has for you and me. എന്താണ് ദൈവത്തിന്റെ പ്ലാൻ നമ്മളെ കുറിച്ചുള്ളത്? What is the plan that God has for you? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ As heaven is above the earth, ദൈവിക പ്ലാനുകൾ നമ്മളുടെ മേൽ വലുതും വിശാലവുമാണ്. the plan that God has about me is so big and so wide. എന്താണ് ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ മേലുള്ളത്? What is the plan that God has for ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ പ്ലാന്. How a mother comforts her child, same way God comforts her. എന്താണ് ദൈവത്തിന്റെ പ്ലാൻ നമ്മുടെ മേലുള്ളത്? What is the plan that God has about us? കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും മൃഗങ്ങൾക്കും അതതിന്റെ ആഹാരം കൊടുക്കുക എന്നതാണ് ദൈവം നമ്മുടെ മേൽ നിലനിർത്തിയിരിക്കുന്നത്. How God feeds the crying swallow and the bees, animals, same way He feeds us too. ഇങ്ങനെ ധൈര്യമായിട്ട് ഞാൻ വിളിച്ചു പറയാം, I would like to strongly say ദൈവിക this. അഭിഷേകമുള്ള ദൈവവൈതലേ, A child who has got anointing from God, ഒരു ശത്രുവും നിന്റെ മുമ്പിൽ നിലനിൽക്കത്തില്ല. no enemy can stand in front of you. ഒരായുധവും നിനക്ക് വലിക്കത്തില്ല. No weapons can touch you. പിന്നെ എന്താ സംഭവിക്കുന്നത്? Then what will happen? നീ അഭിഷേകത്തിലും കൃപയിലും നിൽക്കേണ്ടതുപോലെ നിന്നോണം. You should stand with anointing and that should be us. ഒന്നുകൂടെ ഞാൻ പറയാം, I would like to say this again. ദൈവിക അഭിഷേകം നിന്റെ മേലുണ്ടെങ്കിൽ If you have anointing from God, ഒരു ശത്രുവിനെ നിന്റെ നേരെ നിൽക്കുവാൻ കഴിയത്തില്ല. no evil one can stand in front of you. അഭിഷേകത്തിന്റെ മുമ്പിൽ ആയുധവും വലിക്കത്തില്ല. Why the weapon cannot stand in front of anointing. എത്ര വലിയ ആയുധവുമായിട്ടായിരുന്നു ഫെലിസ്ത്യന്റെ കൂടെ ആൾക്കാർ കൂടെ നിന്നത്. How many people were there along with the Philistines where they had weapons? എന്നാൽ ദാവീദിന്റെ കയ്യിലുള്ള ആയുധമോ വളരെ നിസാരവും ചെറുതുമായിരുന്നു. The weapon that David had was very small. എന്നാൽ But ആ ശത്രുവിന്റെ ആയുധത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ദൈവിക അഭിഷക്തന്റെ ചെറിയ ആയുധം ശത്രുവിന്റെ മേൽ ജയം പ്രാപിച്ചു. so the small weapon that David had, with that he was able to get the victory over his enemy. ഇനി മറ്റൊരു സൈഡ് ഞാൻ പറയാൻ I ആഗ്രഹിക്കുന്നത്, will say another part of it. ദൈവിക അഭിഷേകത്തിന് എതിരാളിയുണ്ടോ? Is there a person against the anointing of God? തീർച്ചയായിട്ടും ഉണ്ട്. Yes, it's there. ഒന്നാമത് ദൈവിക അഭിഷേകത്തിന്റെ എതിരാളിയാണ് ഭയം. The first enemy of the anointing is fear. രണ്ടാമത് ദൈവിക അഭിഷേകത്തിന്റെ എതിരാളിയാണ് സംശയം. The second thing against anointing is the doubt. നമുക്ക് പലപ്പോഴും ഭയം കടന്നു വരുമ്പോൾ, When fear comes our way, സംശയം കടന്നു വരുമ്പോൾ when doubts come our way, മനസ്സിലാക്കുക, ഒന്ന് നമ്മൾ മനുഷ്യരാണ്. and that you must understand we are humans. എന്നാൽ But നമ്മൾ മനുഷ്യരാണെങ്കിലും though we are humans, ഈ ഭയവും സംശയവും നമ്മളിൽ കടന്നു വരുന്നത് when fear and doubt comes to us, ഇത് ദൈവത്തിങ്കൽ നിന്നല്ല. it is not from God. ഭയവും സംശയവും നമ്മളിൽ കടന്നു വരുമ്പോൾ When fear and doubt comes to us, വ്യക്തമായി പറഞ്ഞു, it does clearly say ഇത് ദൈവത്തിന്റെ ആയുധമല്ലിത്. this is not the weapon of God. ഇത് ലോകത്തിന്റെ ആയുധമാണ്. This is the weapon of the world. ഇത് ശത്രു നിന്നെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. These weapons are to put you down. That's the plan of the evil. സാധാരണ നമുക്കൊരു തലവേദന വന്നാ It's suppose we have a headache. നമ്മൾ ചിലപ്പോൾ ചുമ്മാതാണെങ്കിലും വീട്ടിൽ ഇരുന്നിട്ട് പറയും, Even though simply we'll sit at home and say, പല ദിവസങ്ങളായിട്ട് തലവേദന വരികയാണെങ്കിൽ, many times you have headache. ഓ ഇത് വല്ലതും ട്യൂമർ ആയിരിക്കും. Oh, this must be tumor. ഇത് ഭയമാണ്, This is a fear. സംശയമാണ്. This is a doubt. ധൈര്യം ചോർത്തിക്കളയുക. It is remove your confidence. പല നാളുകളായി നമുക്ക് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ബാധിക്കുന്നു. When we have different days or different kind of illness, നമ്മൾ പറയും, we say, ഇതെന്നെ കൊന്നുകളയാൻ വേണ്ടി വന്നിരിക്കുകയാണ്. this has come to kill me. ഇല്ല, അങ്ങനെ കൊന്നുകളയാൻ ശത്രുവിന് കഴിയത്തില്ല. No,
this way, the devil cannot kill you. അങ്ങനെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രുവിന് കഴിയത്തില്ല. That way, the devil cannot kill you. ഇതിന്റെ മേൽ നീക്കുപോക്ക് തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. The God can remove all this from you. അപ്പൊ ഭയം വരുത്തുന്നത് ശത്രുവാണ്. And the thing that brings the fear is the evil one. നിരാശ വരുത്തുന്നത് ശത്രുവാണ്. The disappointment brought from the evil one. ധൈര്യം ചോർത്തിക്കളയുന്നത് ശത്രുവാണ്. The person who removes of confidence is the evil one. ഇതുകൊണ്ട് നിന്റെ ജീവിതം അവസാനിച്ചെന്ന് പറയുന്നത് ശത്രുവാണ്. All this was brought to you and your life is coming to an end. ഇല്ല, അങ്ങനെ അവസാനിച്ചു പോകാനുള്ള ഒരു വ്യക്തിയല്ല ദൈവവൈദ്യരെ നിങ്ങൾ. You are a child of God, and that's not the reason why God called you for. ഇന്ന് പകരം പറയാമോ? Can you say this morning? അങ്ങനെ അവസാനിച്ചു പോകാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. I am not a person to end my life like this. ദൈവഹിതപ്രകാരം ദൈവം തന്റെ അഭിഷേകം എന്റെ മേൽ വെച്ചിട്ടുണ്ട്. God has anointed on me and His plan to be ആ fulfilled. ദൈവിക പ്ലാൻ നിറവേറുവോളം Until that the plan of God fulfills, ശത്രുവിന് എന്നെ തൊടാൻ കഴിയത്തില്ല. the devil cannot touch you. വിളിച്ചു പറ, ശത്രുവിന് എന്നെ തൊടാൻ കഴിയത്തില്ല. Tell that the devil cannot touch you. ഞാനൊരു ദൈവവൈദ്യനാണ്. I am a child of God. Oh, hallelujah. സ്തോത്രം 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 സ്തോത്രം. ധൈര്യമായിട്ട് വിളിച്ചു പറ, ഞാനൊരു ദൈവവൈദ്യനാണ്. Let's say loudly, I am a child of God. ഹല്ലേലൂയ. Praise the name of Jesus. അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. We can see in the book of Acts chapter 27, 28. 28 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. When we see into the book of Acts chapter 27 and 28. അപ്പോസ്തലനാകുന്ന പൗലോസും കൂടെയുള്ള ഒരു കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. Paul and a few people were stuck in the ship. എല്ലാരും പറഞ്ഞു ഇതോടുകൂടി കഥ കഴിഞ്ഞെന്ന്. They said that these people, that's the end of everything. മേ ബി പൗലോസ് സംശയിച്ചെന്നാ തോന്നുന്നേ. Maybe Paul would have doubted. എന്താണെന്നറിയാമോ? Do you know what? അന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് അവന്റെ അടുക്കൽ വന്നു. The Lord's spirit came upon him. പൗലോസേ, നീ ഭയപ്പെടേണ്ട. Paul, do not fear. നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടുന്നവനാ. You are the person who will stand in front of Caesar. അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട. So don't fear. ദൈവത്തിന്റെ പ്ലാനാണ് നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതെങ്കിൽ, If God's plan that you have to stand in front of Caesar, ദൈവത്തിന്റെ പ്ലാനാണ് നീ നന്മ പ്രാപിക്കേണ്ടതെങ്കിൽ, if it's God's plan that you should get the blessing, ദൈവത്തിന്റെ പ്ലാനാണ് നീ അനുഗ്രഹിക്കപ്പെടേണ്ടതെങ്കിൽ, if it's God's plan that you should be blessed, അത് പ്രാപിക്കുവോളം till you receive it, ശത്രുവിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. till then the devil cannot do anything to you. കൂടെ നിൽക്കുന്നവരൊക്കെ ഓടി ഒളിച്ചെന്ന് വരാം. People around you might run away from you. കൂടെ നിൽക്കുന്നവരൊക്കെ സംശയത്തിന്റെ വാക്കുകൾ പറഞ്ഞെന്ന് വരാം. People are standing with you might say words of doubt. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, And I like say this morning. ധൈര്യമായി With full confidence, ദൈവാത്മാവിന്റെ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് and trust in the power of നീ God, വിളിച്ചു പറ, you say, ദൈവത്തിന്റെ പ്ലാൻ നടക്കുവോളം, till the plan of God fulfills, ദൈവത്തിന്റെ പദ്ധതികൾ എന്നിൽ നിറവേറുവോളം, till whatever God has planned about me till it fulfills, ഒരു ശത്രുവിനും എന്നെ തൊടാൻ കഴിയത്തില്ല. no devil can touch me. ധൈര്യമായിട്ട് വിളിച്ചു പറ, Tell it loud. ഒരു ശത്രുവിനും എന്നെ തൊടാൻ കഴിയത്തില്ല. No devil can touch me. ഇനി ദൈവത്തിന്റെ ആലോചന നിന്റെ മേലുണ്ടെങ്കിൽ, If God has a plan about you, ദൈവം നിനക്ക് വേണ്ടി ശത്രുവിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തി തരും. God will tell you the secrets of the evil one. ഇന്ന് പകലിൽ ഇരിക്കുന്ന എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, I would like to ask every one of you this morning. പ്രാർത്ഥിച്ച ശത്രുവിന്റെ രഹസ്യങ്ങളെ വെളിപ്പെട്ട് വരത്തക്കവണ്ണം ദൈവകൃപ നീ പ്രാപിക്കണം. You should get the anointing in such a way that you will be able to discern the plans of the evil one. നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുന്നത്? What do we usually do? രഹസ്യങ്ങൾ അറിയാൻ വേണ്ടി To know the secret, നമ്മൾ ഓടിപ്പിടിച്ചൊരു പ്രവാചകന്റെ അടുക്ക പോകും. we go to the prophet. അല്ലെങ്കിൽ If not, 3 മാസം കൂടിയിരിക്കുമ്പോൾ സഭയിൽ ഒരു പ്രവാചകനെ വിളിക്കും. after 3 months or so, we call a prophet to the church. പക്ഷേ But അങ്ങനല്ല. it's not like that. ദൈവം തന്റെ അഭിഷേകം നിന്റെ മേൽ വെച്ചിരിക്കുക. God has put an anointing on you. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ ജീവിതത്തിന്മേലുണ്ട്. The power of the Holy Spirit is in you to know the secrets of the evil നീ one. രാത്രിയും പകലൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ചേ. You just to pray to God day and night. രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന കർത്താവ് നിനക്ക് വേണ്ടി തന്റെ ആലോചനയെ വെളിപ്പെടുത്തും. Then God will reveal to you the secrets of whatever they have done for you, and He will fulfill what He has to. ഇനി മറ്റൊരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, Another thing I would like to say here is, അഭിഷേകം പ്രാപിച്ചാൽ അതിന്റെ നന്മ എന്താ? what is the benefit of the anointing? നമ്മളൊക്കെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്നവരല്ലേ? അഭിഷേകം ഉള്ളവരല്ലേ? We all are people who have the power of the Holy Spirit and being tongues. അതിന്റെ നന്മയെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? Have you thought about the benefits? അഭിഷേകം പ്രാപിച്ചാലുള്ള നന്മ എന്താ? What is the benefit of anointing? ആർക്കെങ്കിലും പറയാമോ? Can anybody say about it? അഭിഷേകം പ്രാപിച്ചാലുള്ള നന്മ What is the benefit of filling of the Holy Spirit?
നമുക്ക് പറയാൻ പറ്റത്തില്ല. We are not able to say. നമ്മൾ ചുമ്മാ എല്ലാവരും ആരാധിക്കുന്നു, നമ്മളും ആരാധിക്കുന്നു. Everyone is worshiping, I am also worshiping. എല്ലാവരും കൈയടിക്കുന്നു, നമ്മൾ കൈയടിക്കുന്നു. Everyone is clapping, I am also clapping. എന്നാൽ ഈ അഭിഷേകം പ്രാപിച്ച് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലെ നിനക്കൊരു നന്മയുണ്ട്. Remember, the people who are worshiping the Lord, there is an anointing or blessing. ഒന്നാമത്തെ നന്മ എന്ന് പറയുന്നത് The first blessing is 23-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യം ഒന്ന് വായിച്ചേ. Psalms 23 verse 5. എന്താണ്? എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം. അഭിഷേകമുള്ളവന്റെ മുൻപിൽ A person who has anointing, ദൈവം എന്ത് ചെയ്യുക? what does God do? ശത്രുക്കൾ കാണുകെ വിരുന്നൊരുക്കും. God prepares a table before your enemies. മാത്രമല്ല, Not only that, ഹല്ലേലൂയ, നിന്റെ തല അഭിഷേകം കൊണ്ട് നിറയും. God anoints your head, a cup overflows. ഇന്ന് പറയാമോ? Can you say this? ഞാൻ ഒരു അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ If I am a child who is anointed by ഞാൻ God, ശത്രുവിന്റെ മുമ്പിൽ തോറ്റുപോകുകയല്ല. I'm not going to be a failure in front of my enemy. ശത്രു പറയും പിന്തുടരും പിടിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോ When the devil is standing there and saying, I'm going to catch you and destroy you, ദൈവാത്മാവിനാൽ with the power of the anointing, നീ എന്ത് ചെയ്തോണ്ടിരിക്കും? what you will be doing? അഭിഷേകമുള്ള ദൈവവൈതൽ എന്ത് ചെയ്തോണ്ടിരിക്കും? What will a person who's anointed by husband be doing? വിരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമെന്ന്. He'll be having the feast. നമ്മൾ ഈ വിരുന്ന് കഴിക്കുന്ന ദുഃഖത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വിരുന്ന് കഴിക്കാൻ പോകും. Can we eat a feastful food when we are in tears? നമ്മൾ ദുഃഖത്തിലോ സങ്കടത്തിലോ ഇരിക്കുകയാണെങ്കിൽ നമ്മളെ ആരെങ്കിലും വിരുന്നിന് വിളിച്ചാൽ നമ്മൾ പോവോ? If we are in pain or in sorrowful situation, when someone calls you for a banquet, will you go? വിരുന്നെന്ന് പറഞ്ഞാൽ ഒരു ഫെമിലിയർ വേർഡ് അല്ല ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന ഈ കോൺഗ്രിഗേഷനിൽ. It's not a familiar word for everyone here. ഞാൻ എങ്ങനെ പറയാം, പാർട്ടിക്ക് പോവോ നമ്മൾ? Will we go to a party? അല്ലെങ്കിൽ ഗെറ്റ് ടുഗദറിന് പോവോ? Will we go for a get ദുഃഖത്തിൽ together? ഇരിക്കുമ്പോൾ നമ്മൾ ഗെറ്റ് ടുഗദറിന് പോവോ? When we are worried or despair, will we go for a party or ഒരിക്കലും പോകത്തില്ല. a fun time? ഒരിക്കലും പോകത്തില്ല. We will never go. പക്ഷേ But ഒരുവൻ അഭിഷേകം പ്രാപിച്ചവനാണെങ്കിൽ if he is anointed by the Holy Spirit, നിന്റെ ശത്രുവിന്റെ മുമ്പിൽ വിരുന്നൊരുക്കത്തക്കവണ്ണം ദൈവം നിന്നെ amen, ശക്തീകരിക്കും. amen. And God will prepare the table before your enemy and He'll make you happy. കഥ കഴിഞ്ഞെന്ന് ലോകം പറയുമ്പോ When the world say your life is come to an നിന്റെ end, കഥ കഴിയുകയല്ല, it is not going to end. ശത്രു വീടുമെന്ന് പറഞ്ഞ് നിന്നെ തള്ളിക്കളയുമ്പോ When the devil is pushing you down and coming to your end, വലങ്കരം പിടിച്ച് താകുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. God lifts you out from by holding you in the right hand. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം. God makes the impossible possible. അപ്പൊ അഭിഷേകം പ്രാപിച്ചാൽ അതിന്റെ നന്മ എന്താണ്? So what is the benefit that you get from anointing your നീ life? വിരുന്ന് കഴിച്ചോണ്ടേയിരിക്കും. You will be having a feastful moment. നിന്റെ നന്മ, നിന്റെ അനുഗ്രഹം, നിന്റെ സമാധാനം ഒരു ശത്രുവിനും കവർന്നെടുക്കാൻ കഴിയാത്തവണ്ണം നീ ദൈവകൃപയിൽ മേൽക്കുമേൽ ശക്തിയും അനുഗ്രഹവും ഉള്ളവനായി മാറും. You will be having the peace of God's understanding and you'll be growing more and more. ഇനി മറ്റൊരു കാര്യങ്ങൾ പറയാം. I would like to say another thing. അഭിഷേകം പ്രാപിച്ചാൽ When you are anointed, ഒരു പ്രത്യേക ധൈര്യവും ശക്തിയുമാണ്. you will have a strength and a power. അപ്പൊ എന്താണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്? What I like to say this. വായിക്കാം. യെശയ്യാ പ്രവചനം 10-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം. Book of Isaiah chapter 10 verse 27. വായിച്ചാട്ടെ. Let us read book of Isaiah chapter 10 verse 27. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. അടുത്തത് പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. അഭിഷേകത്തിന്റെ ശക്തി ഒരുവന്റെ മേൽ വരുമ്പോൾ When the power of anointing comes upon a person, പുഷ്ടി നീ പ്രാപിക്കും. you will be more strong. പുഷ്ടി പ്രാപിച്ചാലുള്ള പ്രത്യേകത, What is the benefit when you become strong? അവന്റെ നുകം നിന്റെ ചുമലിൽ നിന്ന് തകർന്നു. So when the yoke of it, you will not be able to stand and it will be broken. നമുക്കറിയാം, നുകത്തിന്റെ കീഴിൽ കെട്ടിയിരിക്കുന്ന കാളയെയും കഴുതയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. We have seen the animals tied to the log. എന്നാൽ But അതിന് സ്വന്തം ഇഷ്ടപ്രകാരം ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ല. it cannot move by its own desire. ഓടിയൊന്നും പോകാൻ പറ്റത്തില്ല. It cannot run away. ഒരു വലിയ നുകം അതിന്റെ ചുമലിൽ മേലിരിക്കുക. That's a log on its shoulders. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കുക, One thing you should understand, ഈ നുകം അങ്ങ് തകർന്നു പോയാലോ? if the log breaks, ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന ആത്മീകമായി, I would like in a spiritual form like this, ഓരോ പ്രശ്നങ്ങളും നമ്മളുടെ മേൽ വരുത്തി തീർത്തിട്ട് all the problem that comes into our life, ഇതുകൊണ്ട് ഐസക്ക് തീർന്നു പോയി എന്ന് ലോകം വിധി എഴുതും. when people would say that this person is no more, നിങ്ങളുടെ ഒക്കെ പേര് പറഞ്ഞിട്ട് ശത്രു വിളിച്ചു പറയും, ഇതുകൊണ്ട് ഇന്നവരും തീർന്നു പോയി. the devil will tell each name and say that you are finished. ഇന്ന രോഗം കൊണ്ട് ഇന്ന ആള് തീർന്നു പോയി. By this sickness, this person is no more. പക്ഷെ ദൈവാത്മാവിന്റെ പുഷ്ടി നിന്റെ മേൽ വരുമ്പോൾ, When the anointing of strength comes upon you, മുഖങ്ങൾ തകർന്നു പോകുമാറ് the logs will be broken. അതെന്ത് ചെയ്യുമെന്നറിയാമോ? ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കും.
that God will work in you. ഞാൻ ഇങ്ങനെ പറയാൻ I ആഗ്രഹിക്കുന്നു, would like to say this. തകരുക എന്ന് പറഞ്ഞ When you say destroy, ഒന്നിനോടൊന്ന് യോജിക്കാതെ വണ്ണം അതിനെ ഇല്ലായ്മ ചെയ്യുകയാണെന്നാണ് അർത്ഥം. it means that it cannot be joined again. ഇപ്പൊ നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പല ഹോസ്പിറ്റലുകളുണ്ട്. We have many hospitals in Bangalore. നമ്മുടെ ഒരു ആക്സിഡന്റ് ഒക്കെ ആയി നമ്മുടെ ബോണൊക്കെ പൊട്ടി തകർന്നു പോയാൽ If our bones are fractured into pieces or something like that, അത് മിഷൻ വെച്ച് സെറ്റ് ചെയ്ത് പിന്നെയും അതേ രീതിയിൽ കൊണ്ടുവരും. through a mission they try to make this bone back to its normal form. എന്നാൽ അതങ്ങ് പൊടിയായി പോയാലോ, But if it becomes powdered, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. then they cannot do anything. ഇതുപോലാ Similarly, ദൈവവൈതലെ നിന്റെ മേലൊരു അധികാരമുണ്ടെങ്കിൽ, if there is an anointing in you, ശത്രു നിന്റെ മേൽ നുകം വെക്കത്തില്ലെന്നല്ല, not that the devil will not put a log on you, വെക്കുന്ന നുകം whatever log is put on you, അത് തകർന്നു പോകും it will be broken. എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊന്ന് യോജിക്കാൻ കഴിയാതെ വണ്ണം ശത്രു നിന്റെ മേൽ വെക്കുന്ന ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റുമെന്ന്. What it means that whatever kind of log is put on you, it will be broken in such a way that it will be shattered completely, where you cannot join it back, and God tells us. വിശ്വസിച്ചുകൊണ്ട് പറയാമോ, Can you believe and say, എന്റെ നുകങ്ങൾ എന്റെ ദൈവം എടുത്തു മാറ്റും, God will remove all my logs from my life, എന്റെ പീഡകൾ എന്റെ ദൈവം എടുത്തു മാറ്റും, all my pains God will take it away, എന്റെ മേൽ കടന്നു വരുന്ന പ്രതിസന്ധികൾ എന്റെ ദൈവം എടുത്തു മാറ്റും. God will remove all the obstacles from my way, കാരണം ഞാൻ അഭിഷേകമുള്ള ഒരു വ്യക്തിയാണ്. because I am anointed by God. ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവിക അധികാരം എന്റെ മേലുണ്ട്. I have an authority to break the powers of the evil one. ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുന്ന ഒരു ദൈവിക ജയം എന്റെ മേലുണ്ട്. I have a victory that to break up the power of the evil one. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വിശ്വസിച്ചുകൊണ്ട് പറ, So by faith tell like this, ദൈവിക അധികാരത്തോടെ ഈ ദിവസങ്ങളിൽ ഞാൻ ജീവിക്കും. I will live by the anointing of God. ശത്രുവിന്റെ പദ്ധതികളെ തകർക്കുവാൻ തക്കവണ്ണമുള്ള കൃപ കൊണ്ട് ഞാൻ ഓരോ ദിവസവും മുൻപോട്ട് പോകും. By the grace of God, I will overcome all the problems I am having. ഞാൻ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. Not that I have a failure, but I will be victorious. എന്റെ പീഡകളെ ഞാൻ ജയിക്കും. I will overcome all my pain. വിശ്വാസത്തിൽ ഞാൻ ശത്രുവിനോട് പോരാടും. By faith, I will fight with the devil. ദുഷ്ടന്റെ അധികാരികളെ ഞാൻ കീഴ്പ്പെടുത്തും. I will make all the powers of evil one fall. ദൈവാത്മാവിന്റെ ശക്തിയിൽ ഞാൻ ജയം പ്രാപിക്കും. I will be victorious by the power of God. ഈ ദിവസങ്ങളില് These days, ദൈവാത്മാവിന്റെ ശക്തിയാൽ ജയം പ്രാപിക്കുന്ന ഒരു ആത്മീക അധികാരം നമ്മളെ നിയന്ത്രിക്കട്ടെ. let the power of the Holy Spirit lead us to break all kinds of power that's hindering us. നിരാശകൾക്കും വേദനകൾക്കും പ്രശ്നങ്ങൾക്കും നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ഇടവരാതിരിക്കട്ടെ. Let all this painful situation not control us. അധികാരത്തോടെ ദൈവകൃപയിൽ നിൽക്കുന്ന ആത്മീകമാകുന്ന ഒരു കഴിവ് ദൈവസന്നിധിയിൽ നമ്മളിൽ വളർന്നു വരട്ടെ. Let the power of authority grow in us to stand in front of the enemy. അതിനായി നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. For that, let us all surrender ourselves to God. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Let the Lord bless us through His words. ആമേൻ.